So, dear friends, welcome to lesson 4.04 in Indian financial system. We continue with our discussion on merchant banking. In this lesson, we'll try to understand the structure of merchant banking. Merchant banking ഏത് രീതിയിലാണ് ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, എസ്പെഷ്യലി ഇൻ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറയുന്ന സംവിധാനം എന്ന് പറയുന്ന സിസ്റ്റം എങ്ങനെയാണ് അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, എന്താണ് അതിൻ്റെ ഒരു ഓർഗനൈസേഷണൽ ഡയമെൻഷൻസ്, എന്താണ് ഏത് രീതിയിലുള്ള ഓർഗനൈസേഷൻസ് ആണ് മെർച്ചന്റ് ബാങ്കിങ്ങിലുള്ളത്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. സോ മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറയുമ്പോൾ മെർച്ചന്റ് ബാങ്കിങ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ബാങ്കിങ് എന്നത് കൊണ്ട് തന്നെ അത് ഒരു രാജ്യത്തിന്റെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ്. നമുക്കറിയാമല്ലോ, ബാങ്ക്സ് എപ്പോഴും ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു ക്രൂഷ്യൽ എലിമെന്റ് ആണ്. വെദർ ഇറ്റ് ഈസ് കമേഴ്ഷ്യൽ ബാങ്കിങ് ഓർ വെദർ ഇറ്റ് ഈസ് മെർച്ചന്റ് ബാങ്കിങ്, ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം ഓഫ് എ കൺട്രി. സ്വാഭാവികമായിട്ട് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗമാകുമ്പോൾ നാച്ചുറലി ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു സെറ്റ് ആയി ഇരിക്കുന്ന എസ്റ്റാബ്ലിഷ്മെന്റ്സ് എല്ലാം തന്നെ മെർച്ചന്റ് ബാങ്കിങ്ങിന്റെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ സ്ട്രക്ചറിൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും കയറി വരുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ നോക്കുകയാണെങ്കിൽ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മെർച്ചന്റ് ബാങ്കിങ്ങിന്റെ ഒരു സ്ട്രക്ചറിൽ ഏതെല്ലാം സ്ഥാപനങ്ങൾ വരുന്നതെന്ന് നോക്കുക. ഒന്ന് RBI, രണ്ട് കമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റം, മൂന്ന് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, അതുകൂടാതെ മിസലേനിയസ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ്, ഓൾ ഇന്ത്യ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മുടെ ഡെവലപ്മെന്റ് ബാങ്ക്സ് ഒക്കെ ഈ കാറ്റഗറിയിൽ വരുന്നു. സ്റ്റേറ്റ് ലെവൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, KFC, KSFE സ്റ്റേറ്റ് ലെവൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, മ്യൂച്വൽ ഫണ്ട്സ്, ഇതെല്ലാം വരുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, അതർ സർവീസ് ഓർഗനൈസേഷൻസ്. അപ്പൊ ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചേർന്നാണ് RBIയിൽ തുടങ്ങി അതർ സർവീസ് ഓർഗനൈസേഷൻസ്, അതർ ഫിനാൻഷ്യൽ സർവീസ് ഓർഗനൈസേഷൻസ് വരെ വരുന്ന ഒരു ഡീറ്റെയിൽഡ് സ്ട്രക്ചറിലൂടെയാണ് മെർച്ചന്റ് ബാങ്കിങ്ങിന്റെ സ്ട്രക്ചറിൽ മെർച്ചന്റ് ബാങ്കിങ് സർവീസസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പല സ്റ്റേജസിലും ഐദർ ആസ് റെഗുലേറ്ററി ബോഡീസ് ഓർ ആസ് ഫെസിലിറ്റേറ്റിംഗ് ബോഡീസ് ഓർ ആസ് എൻ എൻവയോൺമെന്റൽ സപ്പോർട്ട് സിസ്റ്റം, ഇത്തരം ഓർഗനൈസേഷൻസും ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം മെർച്ചന്റ് ബാങ്കിങ്ങിന്റെ ഭാഗമായി തീരുന്നു. നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം RBI ഉണ്ട്, ഇടയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, താഴെ നോക്കിക്കഴിഞ്ഞാൽ അതർ സർവീസ് ഓർഗനൈസേഷൻസ് ഉണ്ട്. സോ ദ സ്പെക്ട്രം ഈസ് ക്വൈറ്റ് ലാർജ്. ഏറ്റവും ടോപ്പിൽ RBI മുതൽ ഏറ്റവും താഴെയുള്ള നെയിംലെസ് സർവീസ് ഓർഗനൈസേഷൻസ് വരെ മെർച്ചന്റ് ബാങ്കിങ്ങിന്റെ ഒരു സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോറി, ഇതിൽ ആദ്യത്തേത് RBI. RBIയെ കുറിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. RBI ഇസ് സുപ്രീം മോണിറ്ററി അതോറിറ്റി ഓഫ് ദ കൺട്രി, എപെക്സ് ബാങ്ക് ഓഫ് ദ കൺട്രി. RBI ഒരു രാജ്യത്തിന്റെ മോണിറ്ററി ക്രെഡിറ്റ് സിസ്റ്റം RBI കൺട്രോൾ ചെയ്യുന്നു, സൂപ്പർവൈസ് ചെയ്യുന്നു, റെഗുലേറ്റ് ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു. മൾട്ടി ടാസ്കിംഗ് ആണ് RBI ചെയ്യുന്നത്. ഒരു കൺട്രിയുടെ ഫിനാൻഷ്യൽ സിസ്റ്റം ഇത് എൻറ്റയർലി കൺട്രോൾഡ്, മോണിറ്റർഡ്, സൂപ്പർവൈസ്ഡ്, റെഗുലേറ്റഡ്, പ്രൊമോട്ടഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്വാഭാവികമായിട്ട് മെർച്ചന്റ് ബാങ്ക്സ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗമായതുകൊണ്ട്, ഇക്കോണമിയുടെ ഭാഗമായതുകൊണ്ട് ദേ ആർ ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ RBI. അടുത്തത് ബാങ്കിങ് സിസ്റ്റം. നമുക്കറിയാം ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് നോർമലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ബാങ്കിങ് സിസ്റ്റത്തിന്റെ ഒരു ഓർഗനൈസേഷണൽ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ബാങ്കിങ് സിസ്റ്റത്തിൽ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഉണ്ട്, നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഉണ്ട്. ഷെഡ്യൂൾഡ് ബാങ്ക്സിൽ വരുന്നത് ഇന്ത്യൻ കമേഴ്ഷ്യൽ ബാങ്ക്സ് വരുന്നു, ഫോറിൻ കമേഴ്ഷ്യൽ ബാങ്ക്സ് വരുന്നു, കൂടാതെ സ്റ്റേറ്റ് ലെവൽ കോഓപ്പറേറ്റീവ് ബാങ്ക്സും വരുന്നുണ്ട്. നമ്മൾ കേരള ബാങ്ക് എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ് ലെവൽ കോഓപ്പറേറ്റീവ് ബാങ്ക്സിന്റെ ഒരു കൺസോർഷ്യമാണ്. ഇതെല്ലാം ചേർന്നതാണ് നമുക്ക് ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഷെഡ്യൂൾഡ് ബാങ്ക്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് നമ്മൾ പറയുമ്പോൾ കോഓപ്പറേറ്റീവ് ബാങ്ക്സിനെ മാറ്റി നിർത്തി കമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ അതിൽ പബ്ലിക് സെക്ടർ കമേഴ്ഷ്യൽ ബാങ്ക്സ് വരുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക്, കേരള ബാങ്ക്, യൂണിയൻ ബാങ്ക്, ഇങ്ങനെയുള്ള ബാങ്ക്സ് വരുന്നുണ്ട്. പ്രൈവറ്റ് സെക്ടർ കമേഴ്ഷ്യൽ ബാങ്ക്സ് വരുന്നുണ്ട്. ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കാലിക്കറ്റ് ബാങ്ക്, ഇങ്ങനെയുള്ള പ്രൈവറ്റ് സെക്ടർ കമേഴ്ഷ്യൽ ബാങ്ക്സ് വരുന്നുണ്ട്. വെദർ ഇറ്റ് ഈസ് പ്രൈവറ്റ് സെക്ടർ ഓർ വെദർ ഇറ്റ് ഈസ് പബ്ലിക് സെക്ടർ, ഓൾ കമേഴ്ഷ്യൽ ബാങ്ക്സ് are controlled by the RBI. Especially if they are scheduled commercial banks, they are very tightly controlled and monitored by the RBI. ഇതുകൂടാതെ ഫോറിൻ കമേഴ്ഷ്യൽ ബാങ്ക്സ് ഓൾസോ ഓപ്പറേറ്റ് ഇൻ ഇന്ത്യ. നമുക്കറിയാം ഫോറിൻ കമേഴ്ഷ്യൽ ബാങ്ക്സ് ഡോയിഷ് ബാങ്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, സിറ്റി ബാങ്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, റോയൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, HSBC ഓപ്പറേറ്റ് ചെയ്യുന്നു. All these are foreign banks. Foreign banks also operate in India under the regulation of RBI. ബാങ്കിങ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് അല്ലാത്ത നോൺ ഷെഡ്യൂൾഡ്, നമ്മൾ ഇതുവരെ ഷെഡ്യൂൾഡ് കമേഴ്ഷ്യൽ ബാങ്കുകളെ കുറിച്ചാണ് സംസാരിച്ചത്. പബ്ലിക് സെക്ടർ ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, ഫോറിൻ ബാങ്ക്സ് ഉണ്ട്. നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്സ്, അതായത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്സിന്റെ തൊട്ട് താഴെ വരുന്ന നെക്സ്റ്റ് സെക്ടർ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്സ്, അതുകൂടാതെ പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, നമ്മുടെ നാട്ടിലൊക്കെയുള്ള ചെറിയ കോഓപ്പറേറ്റീവ് ബാങ്ക്സ്, ഇതെല്ലാം
ബാങ്കിങ് സിസ്റ്റത്തിൽ തന്നെ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ഇപ്പം ഇന്നത്തെ കാലത്ത് ബാങ്കിങ് സർവീസസ് മാത്രമല്ല നൽകുന്നത്, കൺവെൻഷണൽ ബാങ്കിങ് സർവീസസ് മാത്രമല്ല നൽകുന്നത്, ദേ പ്രൊവൈഡ് മെർച്ചന്റ് ബാങ്കിങ്. അതുകൂടാതെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ, കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുകയുണ്ടായി, നൗ ബാങ്ക്സ് ഓൾസോ ഡു ലീസിംഗ് പോലെയുള്ള ഒരു നോർമലി കോർ ബാങ്കിങ്ങുമായിട്ട് ബന്ധമില്ലാത്തൊരു ഫംഗ്ഷനാണ് ലീസിംഗ്. അതുൾപ്പെടെ കമേഴ്ഷ്യൽ ബാങ്ക്സ് ഇന്ന് ചെയ്തു വരുന്നു, ബിക്കോസ് ഇറ്റ് ഈസ് എൻ ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റി. പിന്നെ അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ദർ ആർ സ്പെസിഫിക് ബാങ്ക്സ്. ബാങ്ക് എന്നുള്ള പേരിലാണ്, കമേഴ്ഷ്യൽ കൺവെൻഷണൽ ബാങ്കിങ് അല്ല അവർ ചെയ്യുന്നത്. ദർ ആർ റീജിയണൽ റൂറൽ ബാങ്ക്സ്, നമ്മൾ പറയുന്ന പോലെ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക്, സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക്, ഇങ്ങനെയുള്ള ഗ്രാമീൺ ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ് ഉണ്ട്. നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെന്റ്, ഒക്കെ സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയുള്ള ബാങ്ക്സ് ആണ്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഒരു രാജ്യത്തെ കമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റം. ഇതേ ബാങ്കിങ് സിസ്റ്റം മെർച്ചന്റ് ബാങ്കിങ്ങിന്റെ ഒരു ഭാഗമായി മാറുന്നുണ്ട്. കാരണം പല കമേഴ്ഷ്യൽ ബാങ്ക്സിനും അവരുടെ മെർച്ചന്റ് ബാങ്കിങ് സബ്സിഡിയറീസ് എല്ലാം ഉണ്ട്. അപ്പോൾ മെർച്ചന്റ് ബാങ്ക്സ് ഓർ ദ ബാങ്കിങ് സിസ്റ്റം പ്ലേസ് എ വെരി ക്രൂഷ്യൽ റോൾ or is a very pivotal position in the structure of merchant banking. Sorry. ഇനി അടുത്തത് ബാങ്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യു കം ടു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ്. അപ്പോൾ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് എന്ന് പറയുമ്പോൾ ഇവിടെ കൂടുതലും ഡെപ്പോസിറ്റ്സ് വാങ്ങുന്ന ഇന്റർമീഡിയറീസിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാര്യമായിട്ട് ലെൻഡിങ് ഇവർക്കില്ല, പബ്ലിക്കിന് ലെൻഡിങ് ഇവർക്ക് കാര്യമായിട്ട് വരുന്നില്ല. ഫോർ ഇൻസ്റ്റൻസ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ഒരു സേവിങ്സ് ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ആണ്. പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കിൽ നിന്ന് ലോണുകളൊന്നും അങ്ങനെ എടുത്ത് കേൾക്കുന്നില്ല. ലോണുകൾ നൽകുന്നുണ്ടോ എന്നല്ല സംശയമായി ഡൗട്ട്. പിന്നെ പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സിന് PF ലോൺ കിട്ടും എന്നുള്ളത്, നാട്ടുകാർക്ക് പോയിട്ട് PF നിന്ന് ലോൺ കിട്ടില്ല. ഇറ്റ്സ് എസെൻഷ്യലി എ ഡെപ്പോസിറ്റ് മൊബിലൈസിംഗ് സ്കീം. പിന്നെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, GIC അതിന്റെ സബ്സിഡിയറീസ്, പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസ്, ദീസ് ആർ ഓൾ ഡെപ്പോസിറ്റ് മൊബിലൈസിംഗ്. മേജർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ആണ്. ഇൻഷുറൻസ് ആയാലും നിങ്ങൾ ഒരു ഫണ്ട് കൊടുത്തിട്ടാണ് ഇൻഷുറൻസ് സർവീസ് നിങ്ങൾക്ക് കിട്ടുന്നത്. പലപ്പോഴും നിങ്ങൾ കൊടുത്ത ഫണ്ടിന് നിങ്ങൾക്ക് സർവീസിന്റെ ആവശ്യം വരുന്നില്ല, ബിക്കോസ് ഇൻഷുറൻസ് റിസ്കിനെയാണ് കവർ ചെയ്യുന്നത്, അല്ലാതെ ഡേ ടു ഡേ ലൈഫിനെ അല്ല. ഒരു ഇൻകം ജനറേഷൻ ആക്ടിവിറ്റി എന്നുള്ളതിലുപരി ഇൻഷുറൻസ് ഇസ് ഓൾവേസ് എ കവർ അഗെയിൻസ്റ്റ് റിസ്ക്. അപ്പോൾ എസെൻഷ്യലി ഇറ്റ് ഈസ് ഓൾസോ എ ഡെപ്പോസിറ്റ് സീക്കിംഗ് ആക്ടിവിറ്റി. അപ്പോൾ ഇതാണ് നോൺ ബാങ്കിങ് ഫിനാൻസ് ഇന്റർമീഡിയറീസ് who are otherwise known as deposit mobilizing intermediaries. Point 3, other non-banking finance intermediaries. മറ്റ് നോൺ ബാങ്കിങ് ഫിനാൻസ് ഇന്റർമീഡിയറ്റ്സിൽ ആരൊക്കെ വരുന്നു എന്ന് നമ്മൾ നോക്കുക. ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്, ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് കമ്പനീസ്. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ടാറ്റ കമ്പനീസിന്റെ ഒക്കെ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് ടാറ്റ സൺസ് ആണ്. ടാറ്റ സൺസിന്റെ മേജർ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ടാറ്റ ട്രസ്റ്റുകളാണ്. 3 or 4 ട്രസ്റ്റുകൾ ചേർന്നിട്ടാണ് ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ നിയന്ത്രിക്കുന്ന. ടാറ്റ സൺസിന്റെ കൺട്രോളിംഗ് സ്റ്റേക്ക് ഉള്ളത് ടാറ്റ ട്രസ്റ്റുകൾക്കാണ്. അപ്പോൾ ദിസ് ഫൈൻ എക്സാമ്പിൾ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. ഇതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് കമ്പനീസ്, ടാറ്റ സൺസ് ആണ് മിക്കവാറും ഒക്കെ ടാറ്റ കമ്പനീസ്. അത് TCS ആയാലും ടാറ്റ LXC ആയാലും ടാറ്റ മോട്ടോഴ്സ് ആയാലും ടാറ്റ സൺസ് ആയാലും ടാറ്റ ഫിനാൻസ് ആയാലും എല്ലാത്തിലും ദ ഹോൾഡിംഗ് കമ്പനി ഈസ് ടാറ്റ സൺസ്. ടാറ്റ സൺസിന്റെ മേജർ സ്റ്റേക്ക് ഹോൾഡർ ആണ് ടാറ്റ ട്രസ്റ്റ്സ്. അപ്പോൾ ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്, ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് കമ്പനീസിന്റെ ഫൈൻ എക്സാമ്പിൾസ്. Then there are loan and finance companies which are not majorly into deposit seeking, money lending business, ലോൺ കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന കമ്പനികളാണ് ലോൺ ആൻഡ് ഫിനാൻസ് കമ്പനീസ്. ലെൻഡിംഗ് ആണ് മെയിൻ ബിസിനസ്, ഡെപ്പോസിറ്റ് സീക്കിംഗ് അല്ല. മ്യൂച്വൽ ബെനിഫിറ്റ് കമ്പനീസ്, നിധി കമ്പനീസ്, ചിറ്റ് ഫണ്ട്സ്, നാട്ടിലൊക്കെ നമ്മൾ സർവ്വസാധാരണയായി കാണുന്ന പരസ്പര സഹായ സഹകരണ സംഘങ്ങളാണ് ഇതെല്ലാം. ഇതിനാണ് നമ്മൾ മ്യൂച്വൽ ബെനിഫിറ്റ് കമ്പനീസ്, നിധി കമ്പനീസ്. കേരളത്തിൽ അത്ര പോപ്പുലർ അല്ലെങ്കിലും if you go to Chennai and all, you will see നിധി കമ്പനീസ്. എസെൻഷ്യലി നമ്മളുടെ ചിറ്റ് ഫണ്ട്സിന്റെ മറ്റൊരു വേർഷനാണ്. ചിറ്റ് ഫണ്ട്സിന്റെ മറ്റൊരു വേർഷൻ, ക്ലോസ്ഡ് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിന് ഒരു സേവിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മെക്കാനിസമാണ് ചിറ്റ് ഫണ്ട്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. Then there are lease finance and hire purchase companies. We have learned about leasing, hire purchase, housing finance companies, VC companies, venture capital companies. Then of course merchant bankers, factoring companies. ഇതെല്ലാം ഈ നോൺ ബാങ്കിങ് എന്ന് പറയുന്ന സെക്ഷനിൽ ഇവരെല്ലാം വരുന്നു. നോൺ ബാങ്കിങ് എന്ന് പറയുമ്പോൾ കൺവെൻഷനലായ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്, ഗ്രാൻഡിംഗ് ലോൺസ്, ഇത് ചെയ്യാത്ത കമ്പനികളാണ് നമ്മളിവിടെ കാണുന്ന മിസലേനിയസ് നോൺ ബാങ്കിങ് കമ്പനീസ്. ഇതിന് തൊട്ട് മുൻപ് കണ്ട ടോപ്പിക്കിൽ കണ്ട നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറ്റ്സ് എന്ന് പറയുന്ന ദീസ് ആർ മോസ്റ്റ്ലി ഡെപ്പോസിറ്റ് സീക്കിംഗ് കമ്പനീസ്. ആദ്യത്തേത് പക്ക കമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റം. നെക്സ്റ്റ് വി മൂവ് ടു സ്റ്റാറ്റ്യൂട്ടറി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഗവൺമെന്റിന്റെ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം മൂലം, ഒരു സ്റ്റാറ്റ്യൂട്ട് മൂലം രംഗത്ത് വന്നിരിക്കുന്ന കമ്പനീസ്, പ്രൈവറ്റ് എന്റർപ്രൈസസ് അല്ല. ഗവൺമെന്റ്
പാർലമെന്റിൽ പാസാക്കിയ നിയമം മൂലം നിലവിൽ വന്നിരിക്കുന്ന ബഡ്ജറ്ററി അലോക്കേഷന്റെ സപ്പോർട്ട് കിട്ടുന്ന നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ധാരാളം നാട്ടിലുണ്ട്. നമ്മൾ ആദ്യ ക്ലാസ്സിൽ കണ്ടുപോയിരുന്ന വെരി ഫസ്റ്റ് ചാപ്റ്റർ വി സോ അബൌട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എസ്പെഷ്യലി ഓൾ ഇന്ത്യ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിൽ സെവറൽ ഓഫ് ദം IFCI, ICICI, IDBI, Exim Bank, IRBI, ILFS, TFCA, lot of development finance institutions which operate on an all India basis, which have been established by an act of law. They also provide various merchant banking services. പല merchant banking services ഇവർ കൊടുക്കുന്നുണ്ട്. ഇതിൽ മോസ്റ്റ്ലി ഇറ്റ് ഈസ് ഇൻ ടു ഇൻഡസ്ട്രിയൽ ഫിനാൻസിങ് അല്ലെങ്കിൽ ലോങ് ടേം ഫിനാൻസ് ആണ് ഇതിൽ വരുന്നത്, നോട്ട് എനിവെയർ ഷോർട്ട് ടേം. അതുപോലെ ദേ ആർ എൻഗേജ്ഡ് ഇൻ അണ്ടർറൈറ്റിംഗ് ഇഷ്യൂസ്, ഷെയർ ഇഷ്യൂ, ഡിബഞ്ചർ ഇഷ്യൂ എല്ലാം അണ്ടർറൈറ്റ് ചെയ്യുക. ദേ ഓൾസോ ഓഫർ VC സപ്പോർട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു റിസ്ക് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്ഥാപനത്തെ കുറിച്ച് നമ്മൾ കണ്ടു. IFCI പേര് മാറി വന്ന റിസ്ക് ഫിനാൻസ് കോർപ്പറേഷൻ ആയതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. സോ ദീസ് ആർ ഓൾ പാർട്ട് ഓഫ് യുവർ സ്റ്റാറ്റ്യൂട്ടറി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മോസ്റ്റ് ഓഫ് വിച്ച് ഓപ്പറേറ്റ് ഓൺ എ ഓൾ ഇന്ത്യ ബേസിസ്. ഇതിന്റെ തൊട്ട് താഴെ വരുന്ന നെക്സ്റ്റ് കാറ്റഗറി ആയിട്ട് സ്റ്റേറ്റ് ലെവൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് which are brought into existence by an act of the state legislature. സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്ട് മൂലം വരുന്ന സ്റ്റേറ്റ് ലെവൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ തന്നെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ്, ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു സ്റ്റേറ്റ് ലെവലിൽ മാത്രം ആ സ്റ്റേറ്റിൽ ജോഗ്രഫിക് ബൗണ്ടറിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. നെക്സ്റ്റ് ഈസ് സ്പെഷ്യൽ കാറ്റഗറി യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ മ്യൂച്വൽ ഫണ്ട്സ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മ്യൂച്വൽ ഫണ്ടാണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഒരു ട്രസ്റ്റാണത്. മ്യൂച്വൽ ഫണ്ട്സ് ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയ ആദ്യത്തെ സ്ഥാപനമാണ്, പബ്ലിക് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഈ പറഞ്ഞ പോലെ ഷോർട്ട് ടേം ലോൺസ്, ലോങ് ടേം ലോൺസ്, അണ്ടർ റൈറ്റിംഗ്, പിന്നെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസ്. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്താണെന്ന് നമ്മൾ വഴിയെ പഠിക്കും. വിച്ച് മീൻസ് മാനേജിങ് ബേസിക്കലി യുവർ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ വിൽ കൺസിസ്റ്റ് ഓഫ് സെവറൽ തിങ്സ്. അതുകൊണ്ടാണ് അതിനൊരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. പല കാര്യങ്ങളും ഉണ്ടാകാം. റിയൽ എസ്റ്റേറ്റ് ഉണ്ടാകാം, ജ്വല്ലറി ഉണ്ടാകാം, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ഉണ്ടാകാം, ഇക്വിറ്റി ഷെയർസ് ഉണ്ടാകാം, ഡിബഞ്ചേഴ്സ് ഉണ്ടാകാം. ഇതെല്ലാം എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് ഒരു വലിയ ഇഷ്യൂ ആകുമ്പോൾ ഇത്തരം സർവീസസ് ഓഫർ ചെയ്യുന്നതിൽ ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. നേരത്തെ തന്നെ മെർച്ചന്റ് ബാങ്കിങ് സർവീസസ് ഓഫർ ചെയ്ത സ്ഥാപനമാണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് വി കം ടു വെരി ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഷെയർസ് വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു പൊതുവേദി, ഒരു പ്ലാറ്റ്ഫോമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. എസ്പെഷ്യലി പ്രൈമറി മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ ഷെയർസ് വാങ്ങി then you can buy and sell it in stock exchanges. സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ നിങ്ങൾക്ക് ഡീൽ ചെയ്യണമെങ്കിൽ you need to get the help of, you can deal only through stock brokers, and these stock brokers need to be registered with stock exchanges. പിന്നെ prominent stock exchanges നമുക്കറിയാം, I think we have already studied. 3 മെയിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ് നിലവിൽ അറ്റ് പ്രസന്റ് ഇന്ത്യയിലുള്ളൂ, which is നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് and then Calcutta stock exchange. Then other service organizations, special services organizations, special services provide ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആണ്. നമ്മൾ ഇതൊക്കെ കുറിച്ചൊക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ അടുത്ത് നമ്മൾ ക്രെഡിറ്റ് റേറ്റിംഗിനെ കുറിച്ച് പഠിച്ചപ്പോഴും നമ്മൾ ഇതുപോലെ സ്പെഷ്യലൈസ്ഡ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വൺ ഈസ് ക്രൈസിൽ, ക്രെഡിറ്റ് റേറ്റിംഗ് ചെയ്യുന്ന ക്രൈസിൽ, ICRA കെയർ, ക്രൈസിൽ ഇക്ര കെയർ എന്ന് പറയുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്. സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതായത് ക്ലിയറിംഗ് സർവീസസ്, സ്റ്റോക്സ് ആൻഡ് ഷെയർസ് പർച്ചേസ് ചെയ്യുമ്പോൾ അവയുടെ ക്ലിയറിംഗ് ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് സ്ഥാപിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നമ്മൾ I think we have discussed stock holding corporation of India in our first chapter in financial institutions. നമ്മൾ പഠിച്ചപ്പോൾ we have studied stock holding corporation of India. Then you have Discount Finance House of India, which is specialized in discounting services, bills of exchange, പിന്നെ അതുപോലെ promissory notes. ഇത്തരം ഇൻസ്ട്രുമെന്റ്സിന് ഒരു സെക്കൻഡറി മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഡിസ്കൗണ്ട് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ. Then you have CDSL, NSDL, which is Central Depository Services Limited and National Service Depository Limited. CDSL, NSDL എന്ന് പറയുന്ന ഡെപ്പോസിറ്ററി സർവീസസ് ആണ്. അതായത് സ്റ്റോക്സ് ആൻഡ് ഷെയർസ് വാങ്ങുന്നതിന്റെയും വിൽക്കുന്നതിന്റെയും ഫിസിക്കൽ ഫോർമാറ്റിൽ നിന്ന് മാറി ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ ഡെപ്പോസിറ്ററി സർവീസ് എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഷെയർ വാങ്ങിച്ചാൽ ഒരു കെട്ട് കടലാസ് നിങ്ങളുടെ കയ്യിൽ വരും. ഇപ്പൊ അങ്ങനെയല്ല, നിങ്ങൾക്കൊരു അക്കൗണ്ട് ഉണ്ടാവും, ഒരു ഡെപ്പോസിറ്ററി അക്കൗണ്ട് ഉണ്ടാവും, ബാങ്ക് അക്കൗണ്ട് പോലെ. ആ അക്കൗണ്ടിൽ റിഫ്ലക്ട് ചെയ്യും നിങ്ങൾ എത്ര ഷെയർ എത്ര വാങ്ങിച്ചു എന്നുള്ളത്. സിമിലർലി നിങ്ങൾ വിൽക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ഡെപ്പോസിറ്ററി അക്കൗണ്ടിൽ നിന്ന് അത്രയും ഷെയർസ് നീങ്ങിയതായിട്ട് കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് നെറ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പേപ്പർലെസ് ആണ് ട്രാൻസാക്ഷൻസ് എല്ലാം, പഴയ പോലെ പേപ്പർ ബേസ്ഡ് അല്ല. ഇതിന് സഹായിക്കുന്ന 2 ഓർഗനൈസേഷൻസ് ആണ്, അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിനാണ് നമ്മൾ പറയുന്നത് ഡെപ്പോസിറ്ററി സർവീസസ് എന്ന് പറയുന്നത്.
ഈ ഡെപ്പോസിറ്റ് സർവീസസ് ഇന്ത്യയിൽ രണ്ടുപേരാണ് നടത്തുന്നത്. ഒന്ന് CDSL, അതർ ഇസ് NSDL. നിങ്ങൾക്ക് ഷെയർസ് വാങ്ങണമെങ്കിൽ, വിൽക്കണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒരു ഡെപ്പോസിറ്ററി അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് കൊടുക്കുന്ന ഈ കാര്യം ഡെപ്പോസിറ്റ് സർവീസസ് നടത്തുന്ന രണ്ട് സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഏകദേശം ഇന്ത്യയിൽ മെർച്ചന്റ് ബാങ്കിങ്ങിന്റെ ഒരു സ്ട്രക്ചർ എന്ന് നമുക്ക് പഠിക്കാനുള്ളത്. വി വിൽ ക്വിക്ലി റൺ ത്രൂ ഇറ്റ് വൺസ് അഗൈൻ. First is your Reserve Bank of India. Second is your banking system, which is followed by non-banking finance intermediaries, mostly of deposit mobilization nature. Fourth is other non-banking finance intermediaries. Then you have statutory non-banking financial institutions, most of which operate on an all-India basis. This is followed by state-level financial institutions of the same nature but operating on state geographical limits, followed by Unit Trust of Indian Mutual Funds. 8 is stock exchanges, and 9, it should be 9 here, it should not be 8, it should be 9 here. 9 is miscellaneous service organizations. അപ്പോൾ ഇത്രയുമാണ് മെർച്ചന്റ് ബാങ്കിങ്ങിന്റെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ട്രക്ചറൽ അറേഞ്ച്മെന്റ്. നെക്സ്റ്റ് ക്ലാസ് വിൽ മൂവ് ഓൺ ടു ഓർഗനൈസേഷൻ സെറ്റപ്പ് ഓഫ് മെർച്ചന്റ് ബാങ്ക്സ്. എങ്ങനെയാണ് മെർച്ചന്റ് ബാങ്ക്സ് ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് സ്റ്റഡി. ഐ തിങ്ക് ഇറ്റ്സ് എ സ്മോൾ ചാപ്റ്റർ. സോ until then, goodbye and thank you.